എൻ്റെ 2 ഗുരുക്കന്മാരോട് ഇരിപ്പുണ്ട്. എന്നെ ചാനൽ ചർച്ചയിലേക്ക് കടത്തി വിട്ടതാണ് ഈ മനുഷ്യൻ. ചെന്ന് വിട്ടത് ഈ സിംഹത്തിന്റെ മുന്നിലേക്ക്. ഫസ്റ്റ് ദിവസം എന്നെ അങ്ങോട്ട് എടുത്തിട്ട് തകർക്കാണ്. ആദ്യമായിട്ട് കയറുവാൻ അറിയാലോ. പിന്നെ കൊല വിളിച്ച് മീഡിയ കൊണ്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കൊന്നു ഈ ബി ഗോപാലകൃഷ്ണനും PR ശിവശങ്കറും എനിക്കൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം അല്ലേ, നമ്മൾ 24 സമയത്ത് ചർച്ചകളിൽ വന്നു തുടങ്ങിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എൻട്രി എന്ന് പറയുന്നത്, ഒരു ടെലിവിഷൻ ചർച്ചയിലേക്ക് വരുന്നത്. ആ സമയം മുതല ഇത് PR ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. PR ഈ ചർച്ചയിലേ ഇത്രയും പേരുണ്ടല്ലോ, അവർ എൻജോയ് ചെയ്യുന്നത് ആരുമായിട്ടുള്ളൊരു ചർച്ചയായിരിക്കും, ഡിബേറ്റ് ആയിരിക്കും. നമ്മൾ ഭയപ്പെടുന്നതല്ല, എൻജോയ് ചെയ്യുന്നത്. ഇത്രയും പേരുണ്ടല്ലോ, എതിരാളികളുണ്ട്. SK സജീഷ് ഉണ്ട്, ആർഷ ഉണ്ട്, വസീഫുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. ഞാൻ സത്യം ആരുണ്ട്, ഞാൻ എല്ലാവരും ഭയക്കുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഭയം. ഇപ്പോഴും ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഭയം. ഇതെന്താ ഇവർ ചോദിക്കാനാണ്? കാരണം ഒരു പാർട്ടി ചോദ്യമൊക്കെ ചിലപ്പോൾ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ അത് കൊള്ളും ചില സമയത്ത്. ജ്യോതിയും ഭയമാണ്, അരുണിനെ ഭയമാണ്, സജീഷ്. കാരണം അറിയാമോ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളെ ഇവരുടെ നിന്ന് വരും. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊന്നും ചോദിക്കില്ല. ഇതിന്റെ ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും, വേറൊരു സാധനം ചോദിക്കും. കാരണം ഇവരുടെ മനസ്സ് വേറെ ആണല്ലോ. പക്ഷെ ഞാൻ അതിനൊരു വഴി കണ്ടുപിടിച്ചു. എൻ്റെ അടുത്ത 2-3 മാർക്സിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും ഞാൻ ചോദിക്കും. അപ്പൊ അവരുടെ നിന്ന് ചില ചോദ്യം കിട്ടും, അതിനുള്ള ഉത്തരമായിട്ട് വരും. കണ്ടോ അതായത് പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യ പേപ്പർ ചോർത്തുന്ന പോലെ. ചാനൽ ചർച്ചയിൽ പാനലിൽ ആരാണ് ഭയം എന്ന് ചോദിച്ചല്ലോ. ശരിക്കും പാനലിൽ വരുന്ന ആളുകളല്ല ഭയക്കുക, നിങ്ങൾ ആങ്കർമാരാണ് പലരും ഭയക്കപ്പെടുന്നത്. കാരണം എന്താണോ, നമ്മളൊരു കാര്യം പറഞ്ഞത് എൻ്റെ ആവുന്നതിന് മുൻപായിട്ട് അതിൽ കയറി ഇടപെടുകയും അത് ഫ്ലോപ്പ് ആവുകയും ചെയ്യും.